ഒരാൾ, അയാൾ വയസ്സായി, അദ്ദേഹത്തിന് രോഗം വന്നു, വാർദ്ധക്യത്തിൻ്റെ രോഗം. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം പറഞ്ഞു 3 മാസം കൂടി ജീവിച്ചിരിപ്പുള്ളൂ. 3 മാസം. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കേട്ടല്ലോ, 3 മാസം ജീവിക്കാൻ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പിന്നെ ക്ഷീണിക്കാൻ തുടങ്ങി. പക്ഷെ ആ 3 മാസം അദ്ദേഹത്തിന് വലിയ സമ്പത്തുണ്ട്, വലിയ സമ്പന്നനാണ്, കുറേ ഫാക്ടറികളുണ്ട്, കുറേ ഷോപ്പുകളുണ്ട്. ആ 3 മാസത്തിൽ ആ ഫാക്ടറിയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല, ആ ഷോപ്പിലേക്ക് പോയിട്ടില്ല, അവിടുത്തെ കണക്കുകൾ നോക്കിയിട്ടില്ല, അവിടുത്തെ പുതിയ സാധനങ്ങൾ വാങ്ങിയില്ല, അതിലൊന്നും കണക്ക് നോക്കിയില്ല, കണക്ക് ചോദിച്ചില്ല, അതിൻ്റെ ലാഭം ചോദിച്ചില്ല, ലാഭം വാങ്ങിയില്ല, ഉള്ളതുകൊണ്ട് ജീവിച്ചു. കാരണം എന്താ? ബോധ്യപ്പെട്ടു, ഇതൊന്നും നോക്കിയിട്ട് എന്താ കാര്യം, കൊണ്ടുപോകാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു അവസ്ഥയെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് കേടുത്തേക്കാം, ഖബറിലേക്ക് എത്താൻ കഴിയില്ല, ഖബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഫുള്ള് സംസാരമൊക്കെ എന്താണ്? ദീനാണ്. ഷോപ്പിനെ കുറിച്ച് സംസാരമില്ല, ഫാക്ടറിനെ കുറിച്ച് സംസാരമില്ല, അതിൽ നോക്കിയിട്ടില്ല, ആ ഭാഗത്തേക്ക് പോയിട്ടെന്നില്ല. കാരണം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഇതിന് കഴിഞ്ഞു, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ദുനിയാവിൽ ജീവിക്കേണ്ട ആവശ്യമായത് മാത്രമേ അതിലുള്ളൂ. ഇനി അങ്ങോട്ട് എനിക്കെന്താ ജീവിക്കാനുള്ളത്? അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുക, ദീനിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക, ആരോഗ്യം ചിലവഴിക്കുക, അത് മാത്രമേ ബാക്കിയാവുള്ളൂ. ബാക്കിയെല്ലാം മരണത്തോടു കൂടി ഇല്ലാതാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും നിൽക്കും, 3 കാര്യങ്ങൾ ഒഴിച്ച്. ഒന്ന്, അവൻ മറ്റുള്ളവരെ പഠിപ്പിച്ച ഇൽമ്, അവന് ഉപകാരമുള്ള ഇൽമ്. 2, ജാരിയായ സദഖ, എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സദഖ ചെയ്ത് എന്തെങ്കിലും നന്മകൾ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നന്മയും മരണത്തിന് ശേഷം ബാക്കിയാവും. അതേപോലെ തന്നെ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഇവനോട് അള്ളാഹിനോട് ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നല്ല സാലിഹീങ്ങളായ മക്കളെ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് 3ഉം ബാക്കിയാവും. പിന്നെ റസൂൽ പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിനെ 3 കാര്യങ്ങളാണ് പിൻപറ്റുക. 1, അവൻ്റെ സമ്പത്ത്. 2, അവൻ്റെ കുടുംബക്കാർ. 3, അവൻ്റെ അമലുകൾ. ആ 3ഉം അവനെ പിൻപറ്റും. അതിൽ 2 തിരിച്ചു പോവും, അവൻ്റെ കൂടെ 1 മാത്രം ബാക്കിയാവും. അവൻ്റെ കുടുംബക്കാരും തിരിച്ചു പോവും, അവൻ്റെ സമ്പത്തും തിരിച്ചു പോവും. പക്ഷെ അവൻ്റെ കൂടെ ബാക്കിയാകുന്നത് എന്താണ്? അമലുകളാണ്. നന്മയാണെങ്കിൽ നന്മയായിട്ടുണ്ടാവും, തിന്മയാണെങ്കിൽ തിന്മയായിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ജീവിതം. എല്ലാം ഒരു ദിവസം അങ്ങ് അവസാനിക്കും. ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ചെറിയ കുട്ടികളാണെങ്കിലും, വലിയവരാണെങ്കിലും, വയസ്സായവരാണെങ്കിലും, വയസ്സില്ലാത്തവരാണെങ്കിലും, യുവാവാണെങ്കിലും, ഒരു ദിവസം നമ്മൾ അവസാനിക്കും. അതിന് ശേഷമുള്ള ജീവിതം സന്തോഷത്തിലാണോ? ഇവിടെ ദീനനുസരിച്ച് ജീവിച്ചേ പറ്റൂ. ഖുർആനും ഹദീസും പഠിക്കുക, അത് സുന്നത്തനുസരിച്ച് ജീവിതത്തിൽ പകർത്തുക, അതനുസരിച്ച് അമലുകൾ വർദ്ധിപ്പിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ മുന്നേറുക. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, നന്മകളിൽ മത്സരിക്കുന്നവർ മത്സരിച്ച് മുന്നേറുക. അള്ളാഹുവിൻ്റെ വാക്കാണ്. നന്മകൾ ചെയ്യാൻ 2 വാക്കാണെന്ന് പറഞ്ഞത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറ, നന്മകളിൽ നിങ്ങൾ മുന്നേറുക. എത്ര ചെയ്യാൻ പറ്റും അത്ര ചെയ്തു, അത്രയും ദറജകൾ നാളെ ആഖിറത്തിൽ കൂടും. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിക്കുക. എന്തിൽ? നന്മയിൽ, നന്മകൾ വാരിക്കൂട്ടാൻ. ഈ 2 കാര്യങ്ങളാണ് അള്ളാഹു ധൃതി കൂട്ടി മത്സരിക്കാൻ പറഞ്ഞത്, നന്മകൾ.